ആത്മജ ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുനിയാതെ തല താഴ്ത്തി തന്നെ ഇരുന്നു. സ്റ്റാഫ് ഭക്ഷണം വിളമ്പിയപ്പോൾ അവരെ നോക്കി ചിരിച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ഓ, അപ്പോൾ തമ്പുരാട്ടിക്ക് നാക്കി ഇറങ്ങിപ്പോയിട്ടില്ല. സ്റ്റാഫ് പോയപ്പോൾ ജിത്തു സ്വരം താഴ്ത്തി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവൾ അത് കേട്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ തീറ്റയിൽ ശ്രദ്ധിച്ചു. മുടിഞ്ഞ വിശപ്പുണ്ടായിരുന്നു. തൻ്റെ ഫേവറേറ്റ് ഡിഷ് ഏതാ? അവളിൽ നിന്നും പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ തമാശ രൂപേണ ചോദിച്ച് അവളെ നോക്കി. അവൾ അവനെ നോക്കാൻ നിന്നില്ല. വായിൽ ഒരു ചിക്കൻ പീസ് ഇരിക്കുകയായിരുന്നു. അത് വേഗം ഇറക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണും തള്ളി പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചെക്കൻ. പതുക്കെ തിന്നാ മതി. എന്തിനാ നീ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നത്? കാണുന്നവർ എന്ത് കരുതും? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. സോറി, നല്ല വിശപ്പായിരുന്നു. ആത്മജ വിശപ്പ് കൊണ്ട് പരിസരം മറന്നുപോയിരുന്നു. കഴിക്കാൻ ഇനി വേറെ എന്തെങ്കിലും വേണോ? അവൻ ഡിഷു എടുത്ത് മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും ഇനി വേണ്ട, വയറ് നിറഞ്ഞു. എന്നാ ഇറങ്ങാം, അവൻ പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് നടന്നു. അവൻ്റെ പുറകെ ആത്മജയും. അവർ പരസ്പരം ഒന്നും മിണ്ടാതെ കാറിൽ കയറി യാത്രയായി. ഇരുവരിലും വീടെത്തും മൗനം കൂടുകൂട്ടി. കാറിൽ നിന്നും ഇറങ്ങി സിറ്റൗട്ടിലെത്തിയപ്പോൾ അവരുടെ വരവ് കാത്തു നിൽക്കും പോലെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. മോളെ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ആത്മജയെ കണ്ടപ്പോൾ അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ജോലി. ആത്മജ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. അമ്മ ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് പിന്നെ മക്കളെയും കൂട്ടി അകത്തേക്ക് കയറി. അപ്പോഴാണ് ആത്മജയുടെ ബാഗിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നത്. ഫോൺ എടുത്തു നോക്കുമ്പോൾ അമ്മാവൻ എന്ന് കണ്ടപ്പോൾ അവൾ ചിരിയോടെ ആൻസർ ബട്ടൺ ഞെക്കി സംസാരിക്കാൻ തുടങ്ങി. അമ്മാവ, എവിടെയാ? മോളെ, ഞാൻ ഓഫീന്ന് ഇറങ്ങി. മോള് വീട്ടിലുണ്ടോ? എനിക്ക് അങ്ങോട്ട് വരാനാണ്. ആണോ? വേഗം പോരെ, എല്ലാവരും ഉണ്ട് ഇവിടെ. അവൾ അതീവ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ ഓക്കെ. അമ്മാവൻ ഫോൺ വെച്ചപ്പോൾ ആത്മജ രണ്ടു പേരോടും അമ്മാവൻ വരുന്ന കാര്യം പറഞ്ഞു. അവൾ അമ്മാവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ഓടി. പുറകെ അമ്മയും. എവിടെയാണ് ഇവളുടെ സന്തോഷം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ ഒന്നും മിണ്ടാതെ മുഖവും വീർപ്പിച്ചു നടന്നു. ഇപ്പോൾ എന്താ ചിരി? നിസ്സാര കാര്യത്തിന് ഇവൾക്ക് സന്തോഷമാണ്. അമ്മാവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ജിത്തു മനസ്സിൽ പറഞ്ഞിട്ട് ഫ്രഷ് ആവാൻ മുകളിലേക്ക് പോയി. ജിത്തുവേട്ടാ, കുളി കഴിഞ്ഞോ? പുറത്തു നിന്നും ആത്മജയുടെ ചോദ്യം കേട്ടപ്പോൾ ജിത്തുവിന് മനസ്സിലായി അമ്മാവനോ അമ്മയോ റൂമിലുണ്ടെന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ജിത്തുവേട്ട എന്ന വിളിയുള്ളൂ. കഴിഞ്ഞു മോളെ. അമ്മാവൻ എത്തിയോ? അതേ രീതിയിൽ അവനും ചോദിച്ചു. മോനെ, ഞാൻ എത്തി. ഞാൻ താഴെ ഇരിക്കാം, ഫ്രഷായി വാ. അമ്മാവൻ മറുപടി പറഞ്ഞു. ജിത്തു വേഗം കുളിച്ചിറങ്ങി. മുടിയൊന്ന് ചീവി നല്ലൊരു ടീഷർട്ടും ഇട്ട് താഴേക്ക് നടന്നു. താഴെ എത്തുമ്പോൾ ആത്മജ വളരെ സന്തോഷത്തോടെ അമ്മാവനെ ഓരോന്നും തീറ്റിക്കുകയായിരുന്നു. മിന്നു, മതി മോളെ, എൻ്റെ വയറ് പൊട്ടിപ്പോകും. അമ്മാവൻ അവൾ പാത്രത്തിലേക്ക് വീണ്ടും ഭക്ഷണം വിളമ്പുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ വയറെവിടെ നിറഞ്ഞു? കുറച്ചല്ലേ കഴിച്ചോളൂ. അവൾ അമ്മാവനോട് ഗൗരവത്തിൽ പറഞ്ഞിട്ട് പാത്രത്തിലേക്ക് വിളമ്പി. ആ മോനെ, വന്നോ? മിന്നു, മോനും വിളമ്പ്. ജിത്തുവിനെ കണ്ടപ്പോൾ അമ്മാവൻ സ്നേഹത്തോടെ ആത്മജയോട് പറഞ്ഞു. ആത്മജ ജിത്തുവിനെ നോക്കി ചിരിച്ചിട്ട് കസേര വലിച്ചിട്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞു. അമ്മയെയും പിടിച്ചിരുത്തി രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തു. നീയും ഇരിക്ക് പെണ്ണേ. ജിത്തു ആത്മജയെ പിടിച്ച് അവൻ്റെ അടുത്തിരുത്തി. ഇത് കണ്ടപ്പോൾ അമ്മാവൻ്റെ മനസ്സ് സന്തോഷിച്ചു. അമ്മാവൻ എങ്ങനെയാ വന്നത്? ജിത്തു കയ്പിനിടയിൽ ചോദിച്ചു. ഞാൻ ബസ്സിലാ വന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ ആക്കിത്തരാം. മൂന്ന് പേരും കയ്പ് കഴിഞ്ഞ് കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ? അമ്മാവൻ പോവാൻ ഇറങ്ങും വഴി ആത്മജയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തു. അമ്മാവന് ഒരുപാട് സന്തോഷമായി. ഇത്രയും കാലത്തെ സങ്കടം എൻ്റെ കുട്ടിക്ക് ഇനി ഉണ്ടാവില്ല. നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മോനും ഈ അമ്മയും ഉണ്ടല്ലോ. അമ്മാവൻ വിരുന്നിന് വിളിക്കുന്നില്ല. മോൾക്കറിയാലോ അമ്മായിയെ. അവളെ തിരുത്താനുള്ള കഴിവ് പ്രാപ്തിയും എനിക്കില്ല. അമ്മാവൻ സങ്കടത്തോടെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു പൊതി കൊടുത്തു. ഇത് മോളുടെ കയ്യിൽ വെച്ചോ. അമ്മാവൻ പുറത്തേക്ക് നടന്ന് ജിത്തുവിൻ്റെ കാറിലേക്ക് കയറി. ജിത്തു കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവരുടെ കാർ കണ്ണിൽ നിന്നും മായുന്നൊരു വരെ
ആത്മജ ആ നിൽപ്പ് തുടർന്നു. പിന്നെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുടച്ച് കയ്യിലിരിക്കുന്ന പൊതിയിലേക്ക് നോക്കി. 500-ന്റെ കുറേ നോട്ടുകളായിരുന്നു അതിലുള്ളിൽ. മോനെ ഇന്ദ്രജിത്തേ, നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മാവൻ ചോദിച്ചു. ഇല്ല, ഇന്നലെ വിഷ്ണുവിനെ പറ്റി എന്തോ പറഞ്ഞു. ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം ഒട്ടും കിട്ടിയില്ല. അവൻ വണ്ടിയുടെ വേഗത കുറച്ച് മടിയോടെ പറഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്, അറിയില്ലേ? അവനൊന്നും ഞെട്ടി. തനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ അവന് ജാള്യത തോന്നി. ആദ്യമായി അവളെപ്പറ്റി എല്ലാം കേൾക്കാൻ പോകുന്നു. അതാണ് അച്ഛനെയും അമ്മയെയും പറ്റി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നത്. പാവം, അവന് അവളോട് സങ്കടം തോന്നി. എനിക്ക് ഇങ്ങോട്ടെത്തും വരെ പേടിയായിരുന്നു. ഒരുപാട് സഹിച്ചാണ് എൻ്റെ മിന്നു ഇതുവരെ ജീവിച്ചത്. അവളുടെ ജീവിതം ഇവിടെയും പിഴച്ചാൽ അവൾ സഹിക്കില്ല. ഞങ്ങൾ 3 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങളായിരുന്നു മിന്നുവിൻ്റെ അമ്മ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനുമായി പ്രേമിച്ച് ഓടിപ്പോയതാണ്. അതോടെ അച്ഛനും കുടുംബവും അവളെ പടിയടച്ചു പിണ്ടം വെച്ചു. സ്വത്തും കൊടുത്തില്ല. സ്വത്ത് ചോദിച്ച് അവർ വന്നുമില്ല. ഞങ്ങൾ അറിയുണ്ടായിരുന്നു അവരുടെ ജീവിതം. 4 മക്കളും അച്ഛനും അമ്മയും. പണത്തിന് അല്പം കുറവുണ്ടെങ്കിലും അവർ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. വിഷ്ണു മൂത്തതായിരുന്നു. താഴെ 3 അനിയത്തിമാരും. പക്ഷേ എപ്പോഴോ അവരുടെ ജീവിതം കൈവിട്ടു പോയി. അതിൻ്റെ ഫലമോ മിന്നുമോള് ഒറ്റക്കായി. ഉള്ളതിൽ സന്തോഷിച്ചിരുന്ന കുട്ടിയ തീരാവേദനയിൽ വെന്തുരുകി. പെട്ടെന്ന് അനാഥയായി. എല്ലാം വിധിയെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനേ കഴിയൂ. എന്താ പിന്നെ സംഭവിച്ചത്? അമ്മാവൻ മൗനം ഭവിച്ചപ്പോൾ ജിത്തു ആകാംക്ഷയോടെ ചോദിച്ചു. നീ എല്ലാം അറിയണം, അത്രമാത്രം പോരാ. നിന്റെ സഹായം എനിക്ക് വേണം, ചിലത് ചെയ്തു തീർക്കാൻ. അമ്മാവൻ ജിത്തുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അയാൾ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ചു. മോനെ, വിഷ്ണുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടയായിരുന്നു. ഒരു തമ്പുരാട്ടിക്കുട്ടിയാ. ആ നാട്ടിൽ ഏറ്റവും സമ്പന്ന കുടുംബമായിരുന്നു. പോരാത്തതിന് വിഷ്ണുവിൻ്റെ ജാതിയും പ്രശ്നവുമായിരുന്നു. വിഷ്ണുവിൻ്റെ മൂത്ത ചേച്ചിക്ക് ഒരാലോചന ഉറപ്പിച്ചു. 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിയുടെ ഏട്ടന്മാരോട് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് അവൻ കരുതി. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ കുട്ടിയുടെ ആങ്ങളമാർ അവരുടെ ബന്ധം അറിഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ രാത്രി അവന്മാരുടെ ഗുണ്ടകളും വീട്ടിൽ കയറി ആക്രമിച്ചു. അവനോടുള്ള ദേഷ്യം അവൻ്റെ ചേച്ചിമാരോട് ദേഹത്തേക്ക് തീർക്കാൻ തുടങ്ങിയപ്പോൾ അവന്മാരെ വിഷ്ണു കൊന്നു. അല്ല, അങ്ങനെ വേണ്ടി എന്നതാണ് സത്യം. അവനിപ്പോൾ കാമുകിയുടെ ഏട്ടന്മാരെയല്ല കണ്ടത്, മാനത്തിന് വേണ്ടി കരയുന്ന കൂടപ്പിറപ്പുകളെയാണ്. ആത്മജ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ചിരുന്നത്. വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു. അവന് തൂക്കുകയറി ആണ് കോടതി വിധിച്ചത്. മിന്നുമോൾക്ക് വിഷ്ണുവിൻ്റെ കാര്യം അറിയില്ല. ഏട്ടൻ എന്നെങ്കിലും വരുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യം. ആ ഉറപ്പിച്ച കല്യാണം ചെക്കൻ ഒഴിഞ്ഞു. അത് എല്ലാവരെയും തകർത്ത് കളഞ്ഞു. നാട്ടിലെ പ്രമാണികളുടെ മകളെ കൊന്ന ആ കുടുംബത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി. ആ കുടുംബം ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒരു ജീവിതം വേണ്ടെന്ന്. ഭക്ഷണത്തിൽ വിഷം കലർത്തി 5 പേരും കഴിച്ചു. ആത്മജ മാത്രം മരിക്കാതെ രക്ഷപ്പെട്ടു. മരണത്തിൽ നിന്നും അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവളെ ഒരു പുഴുവായാണ് എൻ്റെ ഭാര്യയും മക്കളും കണ്ടത്. എനിക്ക് അതൊന്നും തിരുത്താനുള്ള പ്രാപ്തിയും ഇല്ല മോനെ. അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. എനിക്ക് അവളെ പഠിപ്പിക്കാൻ സാധിച്ചില്ല മോനെ. വിഷ്ണുവിനെയും രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല. നല്ലൊരു വക്കീൽ വാദിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. അതിൻ്റെ വേദന എന്നിൽ മരണം വരെ ഉണ്ടാവും. അപ്പീലിന് പോയ ശിക്ഷയിൽ കുറവുണ്ടാവുമെന്ന് പലരും പറഞ്ഞു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ. അമ്മാവൻ കരച്ചിലടക്കി പറഞ്ഞു നിർത്തി. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോഴും വിഷ്ണുവിനെ കാത്തിരിപ്പുണ്ടോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ കെട്ടി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. അവളുടെ കൂടപ്പിറപ്പുകളെ കൊന്ന വിഷ്ണുവിനെ അവൾ എങ്ങനെ സ്നേഹിക്കും? പോയത് വിഷ്ണുവിനും കുടുംബത്തിനും മാത്രം. മോനെ, എനിക്ക് മിന്നുമോളെ വലിയ ഇഷ്ടാ. കാരണം അവൾ എത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും തകർന്നു പോയില്ല. ജീവിതത്തോട് പൊരുതി. ഒരു തെറ്റിൻ്റെയും വഴി തിരഞ്ഞെടുത്തില്ല. നിസ്സാര കാര്യത്തിന് പേരിൽ മദ്യത്തിനും മറ്റും ജീവിതം ഹോമിക്കുന്ന ആളുകൾ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. അമ്മാവൻ്റെ ഓരോ വാക്കുകളും ജിത്തുവിന് വേദന സമ്മാനിച്ചു. അവൻ്റെ ശിരസ് താഴ്ന്നു പോയി. അതെ,
ഏതോ പെണ്ണ് തന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് താൻ എല്ലാവരെയും വേദനിപ്പിച്ചു. ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ഒന്ന് വീണുപോയ കര കയറാൻ വലിയ പ്രയാസമാണ്. ആത്മജയുടെ സങ്കടത്തിൽ മുന്നിൽ തൻ്റെ സങ്കടം 0 ആണ്. മോനെന്താ ആലോചിക്കുന്നേ? അമ്മാവൻ്റെ ചോദ്യമാണ് ജിത്തുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്നുമില്ല, അമ്മാവൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവൻ ആത്മാർത്ഥമായി ചോദിച്ചു. മോന് പറ്റുമെങ്കിൽ വിഷ്ണുവിനെ രക്ഷിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, അമ്മാവൻ മടിയോടെ പറഞ്ഞു. എന്താ അമ്മാവ, പറ. അമ്മാവൻ്റെ മടി കണ്ട് ജിത്തു സംശയത്തോടെ ചോദിച്ചു. മോനെ, മിന്നുമോളെ പഠിപ്പിക്കണം. എനിക്ക് കഴിയും പോലെ ഞാൻ ഇനി എല്ലാം നോക്കിക്കോളാം. അമ്മാവൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ പഠിപ്പിക്കും, എത്ര വരെയും. അതുവരെ. അമ്മാവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മതി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും കൊണ്ടുവന്ന ആലോചനയാണ് മോൻ്റെ. അപ്പം മുതൽ ഇവിടെ എത്തും വരെ ആദിയായിരുന്നു. ഇപ്പം നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ മോളെ വേദനിപ്പിക്കരുത്. ഇല്ലെന്ന് അമ്മാവനറിയാം. എന്നാലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാനുള്ളത് പറഞ്ഞുവെന്നുള്ളൂ മാത്രം. വിരുന്നിന് വിളിക്കാൻ എനിക്ക് പേടിയാണ്. മോന് മനസ്സിലാവുമില്ലേ എൻ്റെ അവസ്ഥ? അമ്മാവ, എൻ്റെ ജീവൻ പോകുന്നത് വരെ മിന്നുവിൻ്റെ കണ്ണ് നിറയില്ല. അവൾക്ക് എന്താണ് സന്തോഷം അത് ഞാൻ ചെയ്തു കൊടുക്കും. മിന്നു വരുന്ന 4ൻ്റെ അന്ന് ഞങ്ങൾ അങ്ങ് എത്തും. എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എൻ്റെ മിന്നുവിൻ്റെ അമ്മായിയും മക്കളും എൻ്റെയും കൂടെയല്ലേ. അവർ നിങ്ങളെ പരിഹസിച്ചു കൊല്ലും. അമ്മാവൻ ജിത്തുവിൻ്റെ തീരുമാനം തിരുത്താൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു. അമ്മാവൻ ധൈര്യമായി പൊയ്ക്കോ. എനിക്കറിയാം അവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അമ്മാവൻ കാറിൽ നിന്നും ഇറങ്ങി ജിത്തുവിനോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറി യാത്രയായി. ജിത്തു യാത്രയിലെല്ലാം അമ്മാവൻ പറഞ്ഞത് ആലോചിച്ചു. പിന്നെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ കണക്റ്റ് ആയപ്പോൾ, ഇന്ദ്ര, നീ എവിടെയാ? എന്താണ് മോനെ ഇപ്പോൾ ഒരു വിളി? എന്തു പറ്റി? ജിത്തുവിൻ്റെ ഉറ്റ സുഹൃത്താണ് ഇന്ദ്രൻ. എൻ്റെ മാത്രം സ്വന്തം വായിച്ച ഇന്ദ്രൻ ആരാണെന്ന് അറിയാൻ പറ്റും. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് ഇന്ദ്രന്. അവൻ വിചാരിച്ച വിഷ്ണുവിനെ പുറത്താക്കാൻ കഴിയുമെന്ന് ജിത്തുവിന് നന്നായി അറിയാം. പറയാം, നീ വീട്ടിലുണ്ടോ? എടാ ജിത്തു, ഞാനിപ്പോൾ മായയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി വീട്ടിലെത്തിയതേ ഉള്ളൂ. നീ പറ. വെറുതെ നീ വിളിക്കില്ല. ജിത്തു വിഷ്ണുവിനെ പറ്റി പറഞ്ഞു. മായയ്ക്ക് എന്തു പറ്റി? ജിത്തു എല്ലാം പറഞ്ഞതിന് ശേഷം ഇന്ദ്രനോട് ചോദിച്ചു. അത് ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. മായയ്ക്ക് കുറച്ച് ദിവസമായി ഒരു ക്ഷീണവും ഒരു വിളർച്ചയും. നിനക്കറിയാലോ എന്തെല്ലാം അനുഭവിച്ചെന്ന്. ദൈവം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നു. നീ പറഞ്ഞത് അന്വേഷിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ വിളിക്കാം നിന്നെ. ഓഹോ മാം, കൺഗ്രാജുലേഷൻ ഡാ. അടിപൊളി. മായയോട് അന്വേഷണം പറയണം. ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ കട്ടുറുമ്പാവുന്നില്ല ഞാൻ. ബൈ. ഫോൺ വെച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ ഉടനീളം അവൻ്റെ ഉള്ളിൽ ആത്മജയുടെ ചിത്രം തെളിഞ്ഞു വന്നു. അമ്മാവൻ്റെ വാക്കിൽ നിന്നും ഒരു സാധു പെണ്ണാണ്. ആരോരും ഇല്ലാത്ത പെണ്ണ്. താൻ അവൾക്ക് എല്ലാമായിരിക്കണം. ഇനി അങ്ങോട്ട് വിഷമിക്കാൻ ഒരിടവും കൊടുക്കരുത്. അവൾ തൻ്റെ നല്ല സുഹൃത്തായി തന്നോടൊപ്പം എന്നും വേണം. ഓരോന്ന് ആലോചിച്ച് കാർ വീട്ടിലേക്ക് കയറ്റുമ്പോൾ തന്നെ ജിത്തുവിനെ കണ്ണുകൾ ഗാർഡനിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ എന്തോ വലിയ ആലോചനയിലിരിക്കുന്ന ആത്മജയിൽ എത്തി നിന്നു. കാറിൽ നിന്നും ഇറങ്ങി ജിത്തു ആത്മജയുടെ അടുത്തെത്തിയപ്പോൾ അവൻ മനസ്സിലാക്കി ആത്മജ അതുവരെ കരയുകയായിരുന്നുവെന്ന്. ആത്മജ! ജിത്തുവിൻ്റെ വിളിയിൽ ആത്മജ ഞെട്ടിപ്പോയി. മുന്നിൽ അവളുടെ മാത്രം സൃഷ്ടി ഊന്നി നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾ എണീറ്റ് നിന്നു. എന്തു പറ്റി? അമ്മാവൻ പോയതിൻ്റെ വിഷമമാണോ? അവൻ മറ്റൊരു കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. താൻ ഇവിടെ ഇരിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇരിക്കാതെ അവൻ തന്നെ നോക്കി നിൽക്കുന്ന ആത്മജയെ നോക്കി. അവൻ കസേരയോട് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ നോക്കിയ ശേഷം സംശയത്തോടെ കസേരയിലേക്കിരുന്നു. പറ, താൻ എന്തിനാ കരഞ്ഞത്? അവൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അമ്മാവൻ തന്ന പൊതി അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പൊതി തുറന്നു നോക്കിയപ്പോൾ അതിലെ നോട്ടുകൾ കണ്ടപ്പോൾ സംശയത്തോടെ അവളെ നോക്കി.
പോകുമ്പോൾ അമ്മാവൻ തന്നതാ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മാവൻ. ചിലപ്പോൾ ഈ ലോകത്ത് എന്നെക്കുറിച്ച്, എൻ്റെ വേദനയെക്കുറിച്ച് ഓർക്കുന്ന ഒരേ ഒരാൾ. മറ്റുള്ളവർക്ക് എന്നെ അറിയില്ല, എൻ്റെ വേദനയും. താൻ പറഞ്ഞത് എല്ലാം ശരിയാണ്. എനിക്ക് തന്നെ പറ്റി ഒന്നുമില്ല മറിയില്ലായിരുന്നു. അമ്മാവൻ വരുന്നത് വരെ അമ്മാവൻ എല്ലാം പറഞ്ഞു. വിഷ്ണുവിന് പറ്റിയും. ഈ വർഷം ഡിഗ്രിയുടെ അഡ്മിഷൻ കഴിഞ്ഞു. അടുത്ത ടൈം നമുക്ക് നോക്കാം. വീട്ടിലിരുന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള കോളേജ്, അത് എത്ര പൈസ ചെലവാക്കിയിട്ടാണെങ്കിലും വന്നാലും നമ്മൾ ആ കോളേജിൽ തന്നെ പഠിക്കും. അവനെ കണ്ണുകൾ മീച്ച് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. കണ്ണ് തള്ളണ്ട, ഞാൻ പറഞ്ഞത് കാര്യത്തിലാണ്. തൻ്റെ വിഷ്ണുവേട്ടൻ ഉടൻ തന്നെ തൻ്റെ മുന്നിൽ ഞാൻ എത്തിക്കും. ഒന്നില്ലെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ഞാൻ. രാവിലെ താൻ എന്നോട് പറഞ്ഞ് ഞാൻ മറന്നിട്ടില്ല. തൻ്റെ വേദന എൻ്റെ കൂടെയും ആകാനും എനിക്ക് സമ്മതമാണ്. ഭർത്താവിൻ്റെ ഒരു അധികാരവും ഞാൻ കാണിക്കില്ല. അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഞാൻ പഠിപ്പിച്ച് ഒരു ജോലി മേടിപ്പിച്ച് എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്ക്. പിന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരാളെ താൻ തന്നെ കണ്ടെത്തിയാൽ മതി. അത് ഞാൻ നടത്തി തരും. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി എണീറ്റ് അവന് നേരെ നിന്നു. നിങ്ങൾ ഫ്രഷല്ല എന്ന് നന്നായിട്ട് എനിക്കറിയാം. എന്നാലും ഇത്ര വിശാല മനസ്സാണെന്ന് അറിഞ്ഞില്ല. ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നൽകി ജോലി മേടിച്ചു കൊടുത്ത് അവൾ ചൂണ്ടിക്കാണിക്കുന്ന ചെക്കനെ കൊണ്ട് കെട്ടിക്കാൻ കാണിക്കുന്ന ഈ മനസ്സ് അടിപൊളിയാ. ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് ജീവിതം ഭൂമി ആക്കേണ്ട കാര്യമില്ല. അത്രയും നല്ല പെണ്ണാ നീ. നിന്റെ സ്നേഹം എനിക്ക് വിധിച്ചിട്ടില്ല. അടുത്ത ജന്മം ഞാൻ നന്നായി ജീവിച്ച് നിന്റെ സ്നേഹം സ്വന്തമാക്കാം. ഇയാളെന്തു തേങ്ങാക്കൊലയായി പറയുന്നത്? അവൾ മനസ്സിൽ പറഞ്ഞിട്ട് ദൂരേക്ക് നോക്കി നിന്നു.